ലക്നൌവിൽ ഫ്ലൈറ്റ് ഇറങ്ങി അയോധ്യയിലേക്ക് യാത്ര പുറപ്പെട്ടു. എന്റെ കൂടെ എന്റെ ഭാര്യയുണ്ട്. എന്റെ മരുമകൻ കക്കോടി പഞ്ചായത്ത് ഓഫീസിൽ ജോലി ചെയ്യുന്ന ജയന്ത് ഉണ്ട്. അദ്ദേഹത്തിന്റെ പത്നിയുണ്ട്. അങ്ങനെ എല്ലാവരും കൂടിയുള്ള യാത്രയാണ്. ഒരു 30 കൊല്ലം മുമ്പ് അയോധ്യയിലേക്ക് പോയപ്പോ കണ്ട അയോധ്യയല്ല ഇപ്പോഴത്തെ അയോധ്യ. അതുകൊണ്ടാണ് പല കാര്യങ്ങളും വലിയ പരിവർത്തനം വന്നുകൊണ്ടിരിക്കുകയാണ്. ലോകം മുഴുവൻ, അയോധ്യയിലും എല്ലാ സ്ഥലത്തും. അന്നത്തെ പാഠങ്ങള് വഴിയിലില്ല. ലക്നോ മുതൽക്ക് അയോധ്യ വരെയും ജനപ്രളയമായിട്ടാണ് എനിക്ക് അനുഭവപ്പെട്ടത്. എല്ലാ റോഡുകളും ബ്ലോക്ക്, സകല റോഡ്. എത്രയോ കിലോമീറ്റർ, 200 താഴെ കിലോമീറ്റർ എന്നൊക്കെ പറഞ്ഞു. സന്ധ്യക്ക് എത്തും എന്നാണ് വിചാരിച്ചത്. 200 അല്ല, അങ്ങോട്ട് പുറപ്പെട്ട ദൂരം മുഴുവൻ റോഡ് ബ്ലോക്കായിട്ട് പലപ്പോഴും മടങ്ങേണ്ടി വന്നു. റോഡ് ബ്ലോക്കാണ്, മടങ്ങും. പോയ കിലോമീറ്റർ തിരിച്ചു വരികയാണ്, വേറെ റോട്ടിൽ കൂടെ പോവാണ്. അതും കുറെ ദൂരം എത്തുമ്പോ മുന്നോട്ട് പോകാൻ കഴിയാതെ വരിക. അയോധ്യയിലേക്കുള്ള തിരക്ക്, അയോധ്യയിലുള്ള തിരക്കായിരിക്കാം, ലക്നോ മുതലേക്കുള്ള തിരക്ക് കൂടാതെ പോണ വഴിക്ക് നമുക്ക് എന്തെങ്കിലും ഒരു ആഹാരം, മലയാളികളുടെ ആഹാരം, നിത്യമാകട്ടെ ആകെ ആഹാരം ഇഡ്ഡലിയും പറയാം. ഇഡ്ഡലി ആവിയിലുണ്ടാക്കുന്നതായതുകൊണ്ട് അത് അസുഖമൊന്നും പറ്റില്ല. അതുകൊണ്ട് എവിടെ പോലും ഇഡ്ഡലി ഒന്നും അവിടെ കിട്ടില്ല. വഴിയിൽ നമ്മൾ വിചാരിച്ച പോലുള്ള ഹോട്ടലുകള് അവിടെ ഇല്ല. ഫ്ലൈറ്റ് യാത്രയായതുകൊണ്ട് എത്ര സംസ്ഥാനം കടന്നിട്ടാണ് ലക്നോയിൽ എത്തിയത് എന്നുള്ളതോ ആ സംസ്ഥാനത്ത് ജീവിക്കുന്നവരുടെ സാംസ്കാരിക തലം എങ്ങനെയാണെന്ന് ആലോചിക്കാനും കഴിഞ്ഞില്ല. കാരണം ഫ്ലൈറ്റിലാണല്ലോ യാത്ര. കേരളം വിട്ടാൽ പിന്നെ എത്രയോ സംസ്ഥാനം കഴിഞ്ഞിട്ടാണല്ലോ എത്തുന്നത്. വഴിവെക്കല് വണ്ടി പാർക്ക് ചെയ്യാൻ കഴിയില്ല. കുംഭമേളുള്ള കാലമൊന്നല്ല കേട്ടോ, സാധാരണത്തെ ദിവസാ പറഞ്ഞത്. വണ്ടി പാർക്ക് ചെയ്താൽ ഈ സ്ഥലങ്ങളിൽ പോയിട്ടുണ്ടെങ്കിൽ അവിടെ ഒന്നും ഹോട്ടലുകളില്ല. ഉള്ള ഹോട്ടലുകളുടെ രീതി എങ്ങനെയാന്ന് ചോദിച്ചാൽ, പാർക്ക് ചെയ്തിട്ട് എത്രയോ നേരം കഴിഞ്ഞ് കെട്ടിടത്തിന്റെ താഴെ എത്തിയാൽ ലിഫ്റ്റിൽ 4ാം നിലയിൽ പോണം. 4ാം നിലയിൽ പോയാൽ അവിടെ വെയിറ്റർമായിട്ടുണ്ടാവും, കാലിയായിട്ട് കുറെ മേശയും കസേരയും കിടപ്പുണ്ടാവും. ആരും ആഹാരം കഴിക്കാൻ അവിടെ ഉണ്ടാവില്ല. എന്നാൽ അരമണിക്കൂർ കഴിയുമ്പോൾ വരും. ചായ എന്നുള്ള ഒരു അപൂർവ വസ്തുവാണ്. ആ ഓർഡർ എടുത്ത് കിട്ടുമ്പോൾ 3 മണിക്കൂർ കരുതണം. ഇത് നമ്മുടെ കയ്യിൽ ആഹാരം കഴിക്കാൻ കിട്ടണമെങ്കിൽ. പെട്ടെന്നൊരു ചായ എന്തെങ്കിലും കഴിച്ചിട്ട് ഇങ്ങോട്ട് ഇറങ്ങാൻ പറ്റില്ല. പിന്നെ ലിഫ്റ്റിൽ ഇറങ്ങണമെങ്കിൽ നേരെ എത്ര വേണം? ചാർജിന്റെ കാര്യം പറയുന്നില്ല. ചപ്പാത്തിക്ക് 200 രൂപ വരെ വാങ്ങിയ സ്ഥലങ്ങളും അവസരവും ഉണ്ട്. ധാരാളം പേര് വഴിവെക്കുന്ന കഴിക്കുന്നു എന്ന് പറയുന്നുണ്ട്. അത് വലിയ ഒരു ശുചിത്വത്തോടു കൂടിയുള്ള ആഹാരം കഴിക്കലാണെന്ന് പറയാൻ കഴിയില്ല. കാരണം പരമാവധി ശുദ്ധീകരിക്കാൻ ശ്രമിച്ചിരുന്നാലും വീണ്ടും പഴയ ആ സ്വഭാവം ബാക്കി നിൽക്കുന്നുണ്ട്. രാത്രിയായി, ക്ഷീണിച്ചു. ഡ്രൈവർ പറയാണ്, ഇപ്പൊ യഥാർത്ഥത്തിൽ നമ്മൾ 30 കിലോമീറ്ററേ പോകുന്നിട്ടുള്ളൂ. ബാക്കിയൊക്കെ റിവേഴ്സ് എടുക്കലും വളയലുമാണ്. അങ്ങനെ രാത്രി 10 മണിക്ക് എവിടെയെങ്കിലും ആഹാരം കിട്ടുമെന്ന് വെച്ചാൽ രാത്രിയിലത്തെ ആഹാരം അബദ്ധമായി.
താമസ സ്ഥലത്ത് എത്തി. ആ എത്തിയിട്ട് റൂം തുറന്നു കിട്ടാൻ എത്രയോ നേരം വേണ്ടി വന്നു. കൂട്ടത്തിൽ ചെറിയ കുട്ടികളുണ്ട്, അവരൊക്കെ ഉറങ്ങി. ആ റൂം ഒരു ദേവാലയത്തോട് ചേർന്നിട്ടുള്ള ഒരു ലോഡ്ജാണെന്ന് തോന്നുന്നുണ്ട്. നമ്മളുടെ ബന്ധുക്കളാണ് അത് ബുക്ക് ചെയ്തത്. അവിടെ എത്തി ലഗേജ് വെച്ചപ്പോ ആശ്വാസമായി. പെട്ടെന്ന് അവിടെ ആഹാരം കിട്ടുന്ന സ്ഥലങ്ങളടുത്ത് അങ്ങനെ ഹോട്ടലിൽ നമ്മൾ വിചാരിച്ച പോലെ അല്ല അവിടുത്തെ പശ്ചാത്തലം. എന്തായാലും അയോധ്യയിലെത്തി. രാത്രി, പിറ്റേ ദിവസം രാവിലെയാണ് അയോധ്യ കാണാൻ പോക്ക്. ഞാൻ അവിടെ ഇരുന്നു. എല്ലാം ശ്രീരാമന്റെ പ്രതീകങ്ങളാണ്. ആ താമസിക്കുന്ന ലോഡ്ജിന്റെ വരാന്തയിൽ ഒരു ദേവാലയം മാതിരിയാണ് തോന്നിയത്. രാമന്റെ നാമമല്ലാതെ അവിടെ ഒന്നുമില്ല. കൃഷ്ണൻ പിന്നീട് എത്രയോ കാലം കഴിഞ്ഞിട്ടാണ് ജനിക്കുന്നത്. അധികം കൃഷ്ണന്റെ പ്രതീകങ്ങള് അധികമില്ല. രാമൻ, ഹനുമാൻ, ഇതിനാണ് പ്രാധാന്യം. ആ സമയത്ത് രാമന്റെ പ്രതിമ ഒക്കെ കണ്ടപ്പോ രാത്രി കിടക്കുമ്പോ ഞാൻ ചിന്തിച്ച കാര്യം, രാവണനോട് ഒരു ചാരൻ പറയുന്നുണ്ട്, ഒരാള് തേടി വരുന്നുണ്ട്, സൂക്ഷിക്കണം. അതിന് രാമൻ യുദ്ധത്തിന് വരുന്നുണ്ട്, സീതയെ സംരക്ഷിച്ച് കൊണ്ടുപോകാനാണ് വരുന്നത്. അതാരാണ് എന്ന് ചോദിച്ചു. മറുപടി, ഒരു കുരങ്ങന്റെ മടിയിൽ തല വെച്ചിട്ട് കിടന്നുകൊടുന്നാണ്. ഞാൻ അതുതന്നെ ആയിരുന്നു. രാവണൻ അപ്പൊ എന്താ ചിന്തിച്ചതല്ല, ഇതൊക്കെ കവിതാത്മകമാണ് കേട്ടോ. പല കവികൾക്കും പല രീതിയിൽ പറയുക എഴുതുന്നുണ്ട്. രാവണൻ എന്ത് ചിന്തിച്ചു എന്ന് പറഞ്ഞാൽ ചിലപ്പോ ചിന്തിച്ചിട്ടുണ്ടാവും, അത്രേ ഉള്ളൂ. വലിയ ശക്തരായ പടയാളികളുടെ മടിയിൽ തല വെച്ച് കിടക്കുന്നത് കുരങ്ങന്റെ മടിയിലല്ലേ തല വെച്ച് കിടക്കുന്നത് എന്ന് ചിന്തിച്ചു കാണാം. അവിടെ കുരങ്ങൻ എന്ന് പറഞ്ഞാൽ ഒരൊറ്റ അർത്ഥമേ ഉള്ളൂ, ശബല വ്യാമോഹങ്ങളുടെ പ്രതീകമാണ് കുരങ്ങൻ. ആ കുരങ്ങന്റെ മടിയിൽ തല വെച്ചു വെച്ചാൽ മനുഷ്യന്റെ മടിയിൽ തല വെച്ചു എന്നുള്ളതിനേക്കാൾ പ്രാധാന്യമുണ്ട്. ശബല വ്യാമോഹങ്ങളെ കീഴടക്കിയവൻ എന്നാണ് അർത്ഥം. നിങ്ങളുടെ ആഫീസ് പരിശോധിക്കാൻ ഒരു ഉദ്യോഗസ്ഥൻ വരുന്നുണ്ട്, കൈക്കൂലി വാങ്ങാത്ത ആളാന്ന് പറഞ്ഞ പോലെ. അപ്പൊ കൂടുതൽ പേടിക്കണല്ലോ, ആ ഉദ്യോഗസ്ഥനെടുത്തൊരു കളി നടക്കില്ല എന്ന് പറഞ്ഞ പോലെ അയോധ്യയിലെ കുരങ്ങന്മാർക്ക് പ്രത്യേകത ഉണ്ട്. അത് ഞാൻ എന്റെ പുസ്തകങ്ങളിൽ പണ്ടത്തെ യാത്രകളൊക്കെ എഴുതിയിട്ടുണ്ട്. അന്നത്തെ രീതിയിൽ നിന്ന് അയോധ്യ വളരെ മാറിക്കഴിഞ്ഞു. എവിടെയും കുരങ്ങന്മാരുണ്ട്. അവര് കേറും, ബഹളമുണ്ടാക്കും. ഞാൻ കാണുന്ന കുരങ്ങന്മാർക്കൊക്കെ ആഹാരം കഴിക്കാൻ കിട്ടുന്നുണ്ട്. അവർക്കൊക്കെ ആഹാരത്തിന് വലിയ ബുദ്ധിമുട്ട് ഇല്ല. പിറ്റേ ദിവസത്തെ പ്രഭാതത്തില് അയോധ്യയിൽ കാണുന്നത് കുരങ്ങന്മാരുടെ നിരയാണ്. അവർക്ക് ആരും പേടിയൊന്നുമില്ല. വേസ്റ്റ് കൂട്ടിയിട്ട് കൊടുത്തിങ്ങനെ എടുത്തു മാറ്റി ചപ്പാത്തി കഷ്ണം മുതൽക്ക് പലതും തിന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അയോധ്യയിലേക്ക് എല്ലാവരും കൂടിയിട്ട് പോകാൻ നിശ്ചയിച്ചു. അയോധ്യയില് ശ്രീരാമക്ഷേത്രം, ശ്രീരാമനെ ദർശിക്കുക. അങ്ങനെ രാവിലെ അയോധ്യയിലേക്ക് പുറപ്പെട്ടു. വളരെ ഹൃദയസ്പൃഷ്ടിയായിട്ടുള്ള അനുഭവങ്ങളാണ്.
അടുത്ത എപ്പിസോഡിൽ ഞാനത് പറഞ്ഞുകൊള്ളാം. നമസ്കാരം.